നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ചേസ് മാസ്റ്റർ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനും ഭയക്കണം. ന്യൂസിലാൻഡിനെതിരെ 4 വിക്കറ്റിൻ്റെ വിജയം ടീം ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ അതിൽ സുപ്രധാനമായ പങ്ക് വഹിച്ചത് കിങ് കോഹ്ലി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ 93 റൺസ്, അദ്ദേഹം അർഹിച്ച സെഞ്ചുറി നഷ്ടമായെങ്കിലും മനോഹരമായൊരു ഇന്നിങ്സ് നമുക്ക് കാണാൻ പറ്റി. 91 പന്തുകളിൽ നിന്ന് 8 ഫോറും ഒരു 6ഉം അടക്കം 93 റൺസ് അടിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത്. KL ജെയ്മീസിൻ്റെ പന്തിൽ ബ്രേസ്വെല്ലിൽ പിടിച്ച് അദ്ദേഹം പുറത്താകുമ്പോൾ ഹൃദയം പൊട്ടി. വഡോദരയിലെ പുതിയ സ്റ്റേഡിയത്തിലെ കാണികൾ നിൽക്കുന്ന കാഴ്ച കണ്ടില്ലേ? ലോകമെമ്പാടും TV-ക്ക് മുന്നിലിരുന്ന ആരാധകരുടെയും മാനസിക നിലയിൽ വലിയ സങ്കടമുണ്ടാക്കിയ ഒരു നിമിഷമായിരുന്നു അത്. കാത്തിരുന്നതാണ് ആ സെഞ്ചുറിക്ക്. ഏതായാലും സെഞ്ചുറി നഷ്ടമായി എന്നതുകൊണ്ടൊന്നും ആ കിടിലൻ ഇന്നിങ്സിൻ്റെ തങ്കത്തിളക്കത്തിന് ഒരു കുറവുമില്ല, ഒട്ടും കുറവില്ല. ഇത് കിങ് കോഹ്ലി ഭരിക്കുന്ന കാലമാണ്. പുത്തൻ റെക്കോർഡുകൾ അദ്ദേഹത്തിന് മുന്നിൽ തകർന്നു വീഴുന്ന കാഴ്ച. 28,000 റൺസ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ പിന്നിട്ടുകൊണ്ട് അദ്ദേഹം കുതിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അക്രോസ് ദി ഫോർമാറ്റ് 28,000 റൺസ് നേടിയ താരമെന്ന റെക്കോർഡ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ്. കഴിഞ്ഞില്ല. ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും അധികം റൺസ് അടിച്ചതിൻ്റെ കാര്യത്തിൽ, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് അടിച്ചതിൻ്റെ കണക്കിൽ അദ്ദേഹം ഇപ്പോൾ കുമാർ സംഗക്കാരെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമാണ് ഇനി അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത്. മോസ്റ്റ് റൺസ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മെൻസ് നമ്മൾ എടുത്ത് നോക്കിയാൽ സംഗക്കാരയ്ക്ക് 28,016 റൺസാണ് ഉണ്ടായിരുന്നത്. അത് മറികടന്ന് കോഹ്ലി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞു. ഇനിയും അദ്ദേഹം ഒരുപാട് ദൂരം പോകുമെന്ന് തന്നെ കരുതാം. സച്ചിൻ ടെണ്ടുൽക്കർ 34,357 റൺസുമായിട്ട് 1ാം സ്ഥാനത്തുമാണ്. ഏതായാലും കോഹ്ലി കളി തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണക്ക് ഇനിയും മുന്നോട്ട് പോവുകയും ചെയ്യും. കോഹ്ലിയുടെ കഴിഞ്ഞ 5 ഏകദിന മത്സരങ്ങളിലെ പെർഫോമൻസ് എന്ന് നോക്കുക. തുടരെ 2 ഡക്കുകൾ ഓസ്ട്രേലിയയിലായപ്പോൾ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ വന്നതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ളൊരു കിടിലൻ പ്രകടനത്തിലേക്ക് അദ്ദേഹം മാറുന്നത്. ആ ഒരു കൺസിസ്റ്റൻസി നമ്മളൊന്ന് കാണണം. അതാ പറഞ്ഞത്, ഇത് കിങ് വാഴുന്ന കാലമാണെന്ന്. 81 പന്തിൽ നിന്ന് 74 റൺസ് നോട്ട് ഔട്ട്, 120 പന്തിൽ നിന്ന് 135 റൺസിൻ്റെ ഒരു ഇന്നിങ്സ്, പിന്നാലെ 92 പന്തിൽ നിന്ന് 102 റൺസിൻ്റെ ഒരു ഇന്നിങ്സ്, പിന്നാലെ 43 പന്തിൽ നിന്ന് 65 നോട്ട് ഔട്ടിൻ്റെ ഒരു ഇന്നിങ്സ്. ഇതാ ഈ കളിയിൽ 91 പന്തുകളിൽ നിന്ന് 93 റൺസിൻ്റെ അടുത്ത മനോഹരമായ ഇന്നിങ്സ്. ചുരുക്കത്തിൽ ഈ 5 കളിയിൽ നിന്ന് അദ്ദേഹം അടിച്ചു കൂട്ടിയത് 469 റൺസാണ്. ആവറേജ് കേൾക്കണ്ടേ, 156.33. സ്ട്രൈക്ക് റേറ്റോ 109.83 എന്ന് പറഞ്ഞാൽ ഒരു മാജിക്കാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു കൺസിസ്റ്റൻസി അദ്ദേഹം തൻ്റെ കളിയിൽ വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനവുമായിട്ട് കിങ് കോഹ്ലി പൊളിച്ചെടുക്കുകയാണ്. ചേസ് മാസ്റ്റർ കൂടെ ഉണ്ടാകുമ്പോൾ ഏത് റൺസും നമുക്ക് അനായാസമാണല്ലോ. അത് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഒരു കാര്യം കൂടി, വാൽ കഷ്ണം പോലെ നമ്മൾ പറയില്ലേ, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ് എഴുതി കഴിഞ്ഞിട്ടൊക്കെ കോഹ്ലിയുടെ റെക്കോർഡിൻ്റെ കണക്കും കാര്യമാണല്ലോ ഇതുവരെ പറഞ്ഞത്. ഒപ്പം ഹിറ്റ്മാനും ഇന്നൊരു റെക്കോർഡ് കുറിച്ചിട്ടുണ്ട്. ഹിറ്റ്മാൻ്റെ ബാറ്റിൽ നിന്ന് ഇന്നും സിക്സറുകൾ പിറന്നല്ലോ. അതോടുകൂടി രോഹിത് ശർമ്മ ബിക്കംസ് ദി ഫസ്റ്റ് ബാറ്റർ ടു കംപ്ലീറ്റ് 650 സിക്സസ് ഇൻ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ 650 സിക്സറുകൾ അക്രോസ് ദി ഫോർമാറ്റാണ്. 650 സിക്സറുകൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് രോഹിത് പിന്നെ സ്വന്തമാക്കിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.